Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് തുടങ്ങി. അപ്പോൾ ക്രിസ്മസിന് ഇടാൻ പറ്റുന്ന കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഷെയ്ഡാണ് റെഡ്. അപ്പോൾ ഇത് റെഡും ഒരു ക്രീമിഷ് കളർ ചെക്സ് വരുന്നതായ ഒരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീ സൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നെക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. സ്ലീവ്സ് നോർമൽ ആയിട്ടുള്ള സ്ലീവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ച ആളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷിച്ച് തോൽക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ പരീക്ഷിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. തോറ്റോട്ടെ ഒരു തവണ രണ്ട് തവണയില്ല, എത്ര വട്ടം തോറ്റാലും മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. അങ്ങനെ തുടങ്ങിയ ആളാണ് ഞാൻ. ഒരു സർട്ടിഫൈഡ് കോഴ്സായിട്ടോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടോ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. സ്റ്റിച്ചിങ് എനിക്ക് ആദ്യം ചെറിയ രീതിയിൽ തയ്ച്ചിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സസ് മാത്രമാണ് ഞാൻ തയ്ച്ചിരുന്നത്. പിന്നെ ഓരോ മോഡൽസ് നോക്കുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസായിട്ട് എടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ എല്ലാതും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ പീസിലെ നെക്ക് ഒന്നും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവും കൂടിയാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ഇത്രയും ടൈം എടുക്കില്ല, കുറച്ച് ടൈം എടുക്കുള്ളൂ. ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു 2 hours ചിലപ്പോൾ 3 hours ഒരു ജേർണിയാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വീക്ക്ലി ഒരു ലോങ് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ വീക്ക്ലി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. സ്ലീവ്സിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെക്ക് കവർ ചെയ്യാനായിട്ടുള്ള ക്രോസ് പീസസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലേക്ക് ചെറിയൊരു ഓപ്പണിങ്ങും കൂടി കട്ട് ചെയ്താൽ നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് ഫിനിഷായി. ഇനി നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. സ്റ്റിച്ചിങ് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഷോൾഡേഴ്സ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ ബാക്കിലത്തെ ചെറിയൊരു ഓപ്പണിങ് കവർ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരു ഹുക്ക് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസസ് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ നെക്ക് നല്ല ഭംഗിയിലും ഫിനിഷിങ്ങിലും നമുക്ക് കവർ ചെയ്ത് എടുക്കാം. അതും കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്സാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ്സിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രണ്ട് സൈഡ്സും ജോയിൻ ചെയ്തിട്ട് ഏറ്റവും അടിയിലത്തെ തുണി ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിനെ കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്.
നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി ടോപ്സ് നമ്മൾ വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ പരീക്ഷിച്ച് കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്ക് പുതിയൊരു ഐറ്റായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.